എല്ലാവർക്കും ഇലഞ്ഞിപ്പൂക്കൾ എന്ന് പറയുന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് 10 ലിറ്റർ ടോയ്ലറ്റ് ക്ലീനർ നമ്മളിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്, ലൈക്ക് എന്നിവ നൽകി നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവരിവിടെ 1-ാം നമ്പർ സാധനം, ആദ്യത്തേത് നമ്മൾ ഈ ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കിറ്റിലുള്ള സാധനങ്ങളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനെ നമ്മൾ സ്ലറി എന്നാണ് പറയുന്നത്. ഈ ഒരു സ്ലറിയാണ് രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 3-ാം നമ്പർ. ഈ 3-ാം നമ്പർ സാധനം എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ് കേട്ടോ. നമ്മുടെ സാധാരണ കറി ഉപ്പാണ്, നമ്മൾ ഉപ്പ് പൊടിച്ചതാണിത് ഉപയോഗിക്കുന്നത് 3-ാം നമ്പർ. ഇനി നമ്മൾ 4-ാമത് ആയിട്ട് ചേർക്കുന്നത് ഇതൊരു ആൻറ്റിസെപ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടോയ്ലറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ആൻറ്റിസെപ്റ്റിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മൾ 4-ാം നമ്പറായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് ഇതിനുള്ള മണമാണ് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറിന് ഒരു മണം വരും അല്ലോ, ആ മണമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 5 സാധനമായല്ലേ, ഇനി ഒന്നുകൂടി ഉണ്ട്. അപ്പോൾ ഇതിനുള്ള കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളറെന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടലി 6 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കുട്ടികളെ നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്തിൽ ഒരിക്കലും അനുവദിക്കരുത്. അവരെ വരാനോ ഇതുമായിട്ട് ഇടപഴകാനോ ഒരിക്കലും നമ്മൾ കുട്ടികളെ അനുവദിക്കരുത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും ഉണ്ടാക്കാനായിട്ട് പോകാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഫസ്റ്റ് നമ്മൾ ഈ 1-ാം നമ്പർ നമ്മൾ 4 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മളത് നന്നായിട്ട് കലക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്തത് ചേർക്കാം. അപ്പോൾ ഇത് 4 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഈ ബക്കറ്റിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു 1-ാം നമ്പർ സാധനം പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ മാസ്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് വീത്തുന്നത്. അപ്പോൾ ഇത് നമുക്ക് 4 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. നമ്മളിത് 4 ലിറ്റർ വെള്ളത്തിലോട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിച്ചു. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇളക്കലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. നന്നായിട്ട് ഇളക്കി നമ്മൾ യോജിപ്പിക്കണം. അപ്പം നമ്മൾ മാസ്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കുന്നു, കുട്ടികളെ നമ്മൾ ഇതിനടുത്തേക്ക് പോലും വരാൻ അനുവദിക്കരുത്. അപ്പോൾ നന്നായിട്ട് നമുക്കിതിനെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ 2-ാം നമ്പർ സാധനമാണ്, ഇതൊരു സ്ലറിയാണ് കേട്ടോ. ഈ സ്ലറി ഇനി ഇത് നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇതിലേക്ക് ഇളക്കണം. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചേർക്കുന്നതോടൊപ്പം ഇളക്കി കൂടി കൊടുക്കാം. ഇത് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ 2-ാമത്തെ സാധനമാണ്. ഇതാണ് ഇതിൻ്റെ സ്ലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം ഇതിലേക്ക്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഇളക്കുക എന്നതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, നല്ലൊരു കട്ടി കൂടിയ ഒരു സാധനം, നല്ല കൊഴുത്തൊരു സാധനമായിട്ടാണ് ഇത് ഇരിക്കുന്നത്.
നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് ഇതിന് കട്ടി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ നല്ല കൊഴുത്തൊരു സാധനം കണ്ടോ, വെളിച്ചെണ്ണയെക്കാളും നല്ല കട്ടിയും നല്ല കൊഴുത്തൊരു സാധനമായിട്ട് വന്നതുണ്ടോ ഇത് നമ്മൾ എത്തിയപ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ 3-ാം നമ്പർ, അതായത് നമ്മുടെ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഈ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ഈ ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നതിനനുസരിച്ച് നമുക്കിത് നന്നായിട്ട് ഇളക്കിയും കൂടി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിനോടൊപ്പം നമ്മൾ ഇതിലേക്ക് മറ്റൊരു സാധനവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു സാധനം കൂടി 4-ാം നമ്പർ സാധനം, ഇതും കൂടി നമ്മൾ ആൻറ്റിസെപ്റ്റിക്കാണ്. അപ്പോൾ ഇതും കൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ 4-ാം നമ്പർ സാധനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതും നന്നായിട്ട് ഇതിലേക്ക് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ 4-ാം നമ്പർ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിസെപ്റ്റിക്കാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ ആൻറ്റിസെപ്റ്റിക്കും കൂടി ചേർത്തു നമ്മൾ നന്നായിട്ട് മതി. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലാണ് ഇളക്ക് നന്നായിട്ട് എത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ശരിയായ രീതിയിൽ നമ്മുടെ ഈ ഒരു ടോയ്ലറ്റ് ക്ലീനർ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ലിറ്ററും 700 മില്ലിയും കൂടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് 4 ലിറ്റർ, 5 ലിറ്റർ തികച്ച് വേണ്ട, ഒരു 300 ml വെള്ളം കുറച്ചിട്ട് 4 700 ml വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് വെള്ളം ചേർത്ത് യോജിപ്പിക്കാം. കുറേശ്ശെ വെള്ളം നമ്മളിതിലിട്ട് വീഴ്ത്തി ഇതിനെ നേർപ്പിച്ച്, അപ്പോൾ നല്ല കട്ടിക്കായിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതിനെ നേർപ്പിച്ച് കൊടുക്കണം. ഇത്രയും വെള്ളം നമ്മൾ വീഴ്ത്തിയിട്ട് ഇത് നമ്മൾ ഇളക്കി നേർപ്പിച്ച് കൊടുക്കണം. ഇപ്പോഴും നല്ല കട്ടിയുണ്ട്. അപ്പോൾ നമുക്കത് നമ്മളിവിടെ 4 ലിറ്ററും 700 ml വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയും. ഇനി നമ്മളിതിനെ നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടാനുള്ള ആ ഒരു സ്മെല്ലാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ആ ഒരു സ്മെല്ല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ടോയ്ലറ്റ് ക്ലീനറിനൊരു മണമുണ്ടല്ലോ, ആ ഒരു മണം വരുന്നതിനാവശ്യമുള്ള സാധനമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു സ്മെല്ല് ചേർത്ത് കൊടുക്കാം. ഓക്കെ. അപ്പം നമുക്കിനി ഇതിനെ നന്നായിട്ട് ഇളക്കി, നല്ലൊരു മണമാണ് കേട്ടോ ഇത്. സാധാരണ നല്ലൊരു ലെമണിൻ്റെ മണമാണ്, നല്ല മണം. ശരിക്കും മറ്റുള്ള ടോയ്ലറ്റ് ക്ലീനറൊക്കെ നമ്മൾ ഒരു വല്ലാത്തൊരു ചുരുക്ക് പിടിച്ചൊരു മണമാണ് വരുന്നത്. പക്ഷേ ഇത് ആ ഒരു നല്ല സ്മെല്ലുണ്ട്, നല്ല ആ നാരങ്ങയുടെ ലെമണിൻ്റെ നല്ല സൂപ്പർ സ്മെല്ലാട്ടോ, നല്ല മണമുണ്ട്. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് സാധാരണ നമ്മൾ ടോയ്ലറ്റ് ക്ലീനറൊക്കെ മേടിക്കുമ്പോൾ വേറൊരു രീതിയിലുള്ള മണമാണല്ലോ, അപ്പോൾ അതാണ് വിചാരിച്ചത്. പക്ഷേ ഇതല്ല, ഇത് ആ ഒരു ലെമൺ, നല്ല ലെമണിൻ്റെ മണമാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു മണമാണേ, നന്നായിട്ടുണ്ട്. ഓക്കെ. ഇനി ഇതിൽ നമുക്ക് കളറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളറും കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇത് സെറ്റാവും. പിന്നെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. അപ്പം നമുക്ക് ആ ഒരു കളർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോയ്ലറ്റ് ക്ലീനർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി നമ്മൾ കളർ കൂടി ചേർക്കുകയാണേ. അപ്പോൾ നമുക്ക് ആ കളർ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കളർ ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ കളറ് ഇതിലേക്ക് നമ്മൾ ചേർത്തു.
അപ്പോൾ കറക്റ്റ് ആ ടോയ്ലറ്റ് ക്ലീനറിൻ്റെ ഒരു കളർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സംഭവം ഇനി നന്നായിട്ട് ആ കളറും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സംഭവം ഉഷാറായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ നല്ല ആ ഒരു മണവും നല്ല ആ ഒരു കളറും എല്ലാം കൂടി ചേർന്ന് നല്ല അടിപൊളി ഒരു ടോയ്ലറ്റ് ക്ലീനർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടോയ്ലറ്റിലോട്ട് വീത്ത് ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ റെഡിയായി. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ടായിരുന്നോ ഒന്ന് കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഉടനെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 6 മാസത്തിന് പുറത്ത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഒരു നമ്മുടെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ വളരെ ക്വാളിറ്റിയുള്ള ഒരു ടോയ്ലറ്റ് ക്ലീനർ പിന്നെ ഉണ്ടാക്കാനും ഉപയോഗിക്കാനും കഴിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.